രാവിലെ തന്നെയാണ് നമ്മൾ ഷോപ്പിലുള്ള. പിന്നെ ഇന്നത്തെ വീഡിയോ ചെയ്യുന്ന വെച്ചാൽ ഇന്നൊരു സന്തോഷ വാർത്തയുണ്ട് നമ്മളെ ശ്രുതിക്ക്. അല്ല ശ്രുതിൻ്റെ സ്വപ്ന സാക്ഷാത്കാരം അല്ല ശ്രുതി. അതായത് ശ്രുതി ബ്യൂട്ടി പാർലർ തുടങ്ങണം എന്നുള്ള പ്ലാനൊക്കെ ഉണ്ടെന്ന് നമ്മൾ മുമ്പേ വീഡിയോ പറഞ്ഞ്. അപ്പോൾ ഇന്നാണ് ആ ബ്യൂട്ടി പാർലറിന് അഡ്വാൻസ് കൊടുക്കാൻ പോകുന്നത്. അല്ലേ ശ്രുതി? അതിനായിട്ട് ശ്രുതിത കാത്തിരിക്കുകയാണ്, വെയിറ്റിങ്ങിലാണുള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ അഡ്വാൻസ് കൊടുക്കുന്നു. അപ്പോൾ എന്തായാലും 2-3 മാസം കൊണ്ട് ശ്രുതിൻ്റെ ബ്യൂട്ടി പാർലർ തുറന്ന് പ്രവർത്തിക്കുന്നതാണല്ലേ ശ്രുതി? അപ്പോൾ അങ്ങനെ ഒരു സന്തോഷ നിമിഷമാണ് നടക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് നിങ്ങളോട് കൂടി പറഞ്ഞിട്ട് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നല്ലേ ശ്രുതി? അപ്പോൾ ഏതായാലും നമ്മൾ ബ്യൂട്ടി പാർലർ എവിടെയാന്ന് കാണണ്ടേ, അതുകൂടി ഞാൻ കാണിച്ചു തരാം അല്ലേ. നമ്മളെ ഷോപ്പ് ഇതാണെങ്കിൽ ഇവിടുന്ന് നേരെ അങ്ങോട്ട് നോക്കിയാൽ ഇതേ കാണുന്ന ബിൽഡിംഗ് ഉണ്ടാ, ആ റെഡിമെയ്ഡിൻ്റെ നേരെ മുകളിലത്തെ റൂമിലാണ് നമ്മുടെ ശ്രുതിയുടെ ബ്യൂട്ടി പാർലർ ഓപ്പൺ ആവാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതിൻ്റെ 3D വർക്ക് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇനി പിന്നെ അഡ്വാൻസ് കൊടുത്ത് നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ പണി തുടങ്ങേണ്ട പരിപാടിയാണല്ലേ ശ്രുതി? അപ്പോൾ ഏതായാലും അഡ്വാൻസ് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. ഇപ്പോൾ അതിൻ്റെ ഓണർ ഇപ്പോൾ എത്തിയില്ല, അവനൊരു ബാങ്കിൽ വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ അവനിപ്പോൾ അവിടെ എത്താമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ രണ്ടാളും കൂടി പോയി അഡ്വാൻസ് കൊടുക്കുന്നത് കൂടി നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. അല്ലേ ശ്രുതി? എന്താ ശ്രുതിൻ്റെ സന്തോഷം നോക്കിയാൽ ഭയങ്കര സന്തോഷം. എന്തായാലും പേടിക്കട്ടെ കേട്ടാ, നമ്മളെ ജ്വല്ലറി ഏടിയും ശ്രുതി അപ്പുറമായതുകൊണ്ട് ഏരിയല്ലേ ശ്രുതി? അപ്പുറം ഇപ്പുറം വേമ്പേ അല്ലേ? ആടെ ഇരുന്ന് നമ്മൾ ആടെന്ന് കുറച്ച് മുഷിയുമ്പോൾ ഇങ്ങോട്ട് വരാം, ഇങ്ങോട്ട് മുഷിയുമ്പോൾ അങ്ങോട്ട് പോവാം. അങ്ങനെ ശ്രുതിക്ക് എന്താ പറയുക, സന്തോഷത്തിൻ്റെ നിമിഷങ്ങളാണ് ഇനി വരാൻ പോകുന്നത്. ശ്രുതി അഡ്വാൻസ് കൊടുക്കാൻ വേണ്ടി പോകുന്നത് അല്ലേ ശ്രുതി? നല്ല മഴയായിരുന്നു അല്ലേ ശ്രുതി? ഭയങ്കര അത്ഭുതം കേട്ടാ, നല്ല മഴയാണ്. നമ്മളിവിടെ ഇറങ്ങാൻ നോക്കും വരാം, നമ്മളിത് ഇറങ്ങുമ്പോഴത്തേക്കട്ടെ നല്ല വെയിലേ. മുടിയെടുക്കുന്നത് ശാലിനോട് പറഞ്ഞതേ ഉള്ളൂ, മുടിയെടുക്കണം പറയുമ്പോഴത്തേക്ക് മഴ തരുന്നു. മഴ വെച്ചാൽ നല്ല സെറ്റായിരുന്നു അല്ലേ? ഇതെൻ്റെ ജീവിതത്തിൽ ഒരുപാട് ഉണ്ടായത് കേട്ടാ, കാരണം അതൊരു ദൈവാനുഗ്രഹം. ഇതൊക്കെയാണ് ദൈവാനുഗ്രഹം എന്ന് പറയുന്ന സംഭവം. നമുക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല, ബുദ്ധിമുട്ട് ദൈവം ഉണ്ടാക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതാ നല്ല വെയിലേ, ഇത് വിശ്വസിക്കാൻ കഴിയുന്നുണ്ട്. ഇങ്ങനെ മഴ നിൽക്കുന്നത് ഞാൻ ഇതുവരെ വിചാരിച്ചില്ല. മഴ നിൽക്കലുണ്ട്, പക്ഷെ ഇത് ഭയങ്കര വെയിലായി പോലെ. അപ്പോൾ ഐശ്വര്യം ഇതൊക്കെയാട്ടെ. അപ്പോൾ ഇതാണ് നമ്മൾ കമ്പിട്ട് ടൗണ്. അപ്പോൾ വീട് തൊട്ടപ്പുറം, നമ്മളെ ബിൽഡിംഗ് ഓണർ വീട് തൊട്ടപ്പുറമാണ്, അങ്ങോട്ടേക്ക് നമ്മൾ പോകുന്നത്. നമ്മളിത് നമ്മളെ ബിൽഡിംഗ് ഓണറെ വീട്ടിലെത്തിയിട്ടുണ്ട്. നമ്മളെ അഫ്സല, നമ്മളെ സുഹൃത്തുകൂടിയാണ് ആള്. അപ്പോൾ അഫ്സലിൻ്റെ കയ്യിലാണ് നമ്മൾ അഡ്വാൻസ് കൊടുക്കേണ്ടത്. അഫ്സലിൻ്റെ വീട് ഇതാണ് കേട്ടോ, ആണ് അഫ്സലിൻ്റെ വീട്. പിന്നെ നമ്മളിവിടെ ഒരു ആമിനത്തിയുണ്ട്. ആമിനത്ത് നമ്മൾ വളരെ ഷോപ്പായിട്ട് ഭയങ്കര ബന്ധമുള്ള ആളാണ്. അപ്പോൾ ഇതാണ് അഫ്സൽ കേട്ടാ. അഫ്സലിൻ്റെ ക്യാമറേൻ്റെ മുമ്പിലേക്ക് ഒരു ചമ്മലുണ്ട്. അഫ്സലെന്താ ബാങ്ക് എടുക്കല്ലേ പരിപാടി? അഫ്സലിൻ്റെ ബാങ്ക് പോകണ്ടേ, അതിൻ്റെ ഇടയിൽ ഇങ്ങോട്ടേക്ക് വന്നേതാ. അപ്പോൾ നമ്മളെ ബിൽഡിംഗ് ഇതാ ഇതൊക്കെ കാണും, അതാണ് നമ്മളെ ബിൽഡിങ്. അപ്പോൾ അത് കറക്റ്റ് കേട്ടാ. അപ്പോൾ നമ്മളിത് അഡ്വാൻസ് കൊടുക്കുന്ന ഇത് അഫ്സല് നമ്മളെ ദോസ്താന്ന് ഞാൻ പറഞ്ഞില്ല. പിന്നെ നമ്മളുടെ അമീന കൂൾ ഹോമിൻ്റെ എല്ലാം വന്ന് ഇത് ആമിനത്തെ അഫ്സലിൻ്റെ ഉമ്മ നമ്മളെ ഷോപ്പായിട്ട് അത്രയും ബന്ധമാണ്. അപ്പോൾ നമ്മളെ ശരിക്കും സ്വന്തക്കാരെ പത്രല്ല അഫ്സല. അവനെ തന്നെ അനക്കും മന പത്ര, അവനത് അങ്ങനെ വിളിക്കുക, മനയൊന്നും തന്നെ വിളിക്കുക, ഇടയ്ക്ക് സ്വർണ്ണം വേണ്ടിക്ക്. അപ്പോൾ നമ്മളെ കൊടുക്കുക അല്ലേ? അപ്പോൾ ഇതാ ആള് ശ്രദ്ധിക്കാന്നല്ലേ കൊടുക്കണ്ടേ അഡ്വാൻസ്. നല്ല ഐശ്വര്യം ഞാൻ പറഞ്ഞ എല്ലാവിധ അനുഗ്രഹം ഉണ്ടാവണം, എല്ലാ സപ്പോർട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം. ബിൽഡിങ് മുമ്പേ നമ്മൾ പറഞ്ഞു വെച്ചാണ്. അപ്പോ എനിക്കെന്നെ അവനത്തൊക്കെ ഡിലേ വന്നുപോയി, അവസാനം ഇപ്പൊ നമ്മൾ തന്നെ എടുത്തിട്ടുണ്ട്. അപ്പൊ ശ്രുതിക്ക് സന്തോഷമായിരുന്നു. അപ്പോ ആമിനത്തെ സുധീന ആദ്യമായിട്ടാണ് കാണുന്നല്ലേ? ആമിനത്തൊക്കെ നല്ല ഇഷ്ടമായി സുധീന, ഇനിയും വരണോ എന്തെല്ലാം പറഞ്ഞു. എന്തായാലും ഇനി ഒരു സമയം എടുത്തിട്ട് വാ, ഒരുപാട് സംസാരിക്കാണ്ട് വീടെല്ലാം കാണാനാണെന്ന് മറ്റേ ക്ഷണിച്ചിട്ടുണ്ട് ആമിനത്ത. അപ്പൊ അഡ്വാൻസ് കൊടുത്ത സ്ഥിതിക്ക് ശ്രുതി പറയാ ബിൽഡിംഗ് ഒന്ന് കാണാം. അപ്പോൾ മുകളിൽ കയറട്ടെ, ഏതായാലും നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. നമ്മളതിൻ്റെ ഉൾഭാഗവും എല്ലാം ഒന്ന് കണ്ടോ. ആദ്യമായിട്ടാണ് നമ്മളെ ബ്യൂട്ടി പാർലറിലേക്ക് കയറാൻ പോകുന്നത്. വലത് കാലം വെച്ച് കയറിക്കോ ശ്രുതി, ഐശ്വര്യമായിട്ട്. ഇത് ഇവിടെ എല്ലാം ശരിയാക്കണം, ഇതെല്ലാം ടൈലിടണം, വൃത്തിയാക്കണം, കയറുന്ന എൻട്രൻസ് വൃത്തിയാക്കണം. പിന്നെ ഇതിൻ്റെ നേരെ അപ്പുറമാണ് നമ്മുടെ ബിൽഡിംഗ് എടുക്കുക. അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് ഒരു ബ്രിഡ്ജ്, ഒരു പാലാക്കേണ്ട പരിപാടിയാണ്. ഇപ്പോൾ ഇങ്ങനെ വളഞ്ഞിട്ട് പോകണം, ഇതുകൊണ്ട് ഇതാ ഇങ്ങനെ വളഞ്ഞ് ഇങ്ങോട്ട് വളഞ്ഞ് ഇതാണ് നമ്മളെ റൂം. ഇവിടെ വരും കേട്ടോ.
അപ്പോൾ ഷട്ടറൊന്ന് പൊന്തിക്കണം. ഷട്ടർ പൊന്തിക്കട്ടെ. വിശാലമായ നമ്മുടെ പാർലറിന്റെ ഉൾവശം കാണുന്നില്ല, ഈ ഒരു ഏരിയ കംപ്ലീറ്റ് വരുന്നുണ്ട് കേട്ടാ. അപ്പോൾ ഇപ്പം ഇങ്ങനെയാണുള്ള. അപ്പോൾ നമ്മളൊരു മെല്ലെ മെല്ലെ പണി തുടങ്ങുന്ന വീഡിയോയിൽ നിങ്ങളെ കാണിച്ചു കേട്ടാ. ഓരോ ഘട്ടമൊക്കെ ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ. ഇവിടുന്ന് നമ്മുടെ ഷോപ്പ് നോക്കിയാൽ കാണും കേട്ടാ. നമ്മുടെ ഷോപ്പ് കാണണ്ടേ, വേറെ ആളെ നമ്മളെ ടീഷർട്ട്സ് കൊണ്ട് കേട്ടാ. നല്ലൊരു സൈറ്റുള്ളൊരു സ്ഥലമാണ് ഇത്. കേട്ടെ, നമ്മളെ കമ്പ്യൂട്ടറാണ് മൊത്തം കാണും ഇവിടുന്ന്. ഷോപ്പ് അവിടെ ഉണ്ട്. ഇനിയിപ്പോൾ ആടെ നിനക്ക് ഇങ്ങോട്ട് നോക്കിയതല്ലേ ശ്രുതി? ശ്രുതിക്ക് ഇതാ ഇടുന്നൊരു വിളി വിളിച്ച് അനക്കി കൊണ്ടുവരാ. ഇത്ര അടുത്ത് നോക്കിയത് അതാണ് കാര്യം. എന്താ പറയുക, രണ്ടാളും അടുത്തടുത്ത് ഞാനില്ല, വേറെ ഇടയ്ക്ക് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ബുദ്ധിമുട്ട്. ഇതിപ്പോൾ ആടുന്നൊരു വിളി വിളിച്ചാൽ ശ്രുതിക്ക് അങ്ങോട്ടും വരാം, എനിക്ക് ഇങ്ങോട്ടും വരാം, സൗകര്യം. സത്യം ആടെ ഇരുന്നിരുന്ന ബോറടിക്കുന്നത്. ഇനി ഒരു മാറ്റം വേണ്ടേ? അപ്പൊ ഇനി മുതൽ ബ്യൂട്ടി പാർലർ ഒന്ന് ചീടിയിരിക്കല്ല. അപ്പോൾ കണ്ടല്ലോ നമ്മളെ സ്ഥാപനം ഇതായി ഒരു കൊല്ലത്തിലുള്ള എന്താ ഒരു 2-3 മാസം കൊണ്ട് ലവമേ ദേവസ്വയച്ച് വേറെ ബുദ്ധിമുട്ടൊന്നുമില്ലെങ്കിൽ തുറക്കാതാണെന്ന് വിചാരിക്കുന്നത്, തുടങ്ങാതാണെന്ന് വിചാരിക്കുന്നത്. അപ്പം നിങ്ങളെല്ലാവരെയും പ്രാർത്ഥന നമ്മുടെ കൂടി ഉണ്ടാവണം അല്ലേ? അപ്പോൾ അതിൽ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുക. ഇനി നമ്മൾ ബ്യൂട്ടി പാർലറിൽ പണിയെടുക്കുമ്പോൾ എല്ലാം ഞാൻ ഒരു വീഡിയോ ഇടുന്നത് കേട്ടാ. ശരി, എന്നാൽ പിന്നെ എല്ലാവർക്കും ഓക്കെ, ബൈ.